ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. നമ്മളുടെ മെയിൻ കൺസെപ്റ്റിലെ മൂന്നാമത്തെ പോയിന്റായ റെനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് സയൻസ്, നവോത്ഥാനം സാഹിത്യത്തിൽ, കലയിൽ, ശാസ്ത്രത്തിൽ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു റെനൈസൻസ് ഇൻഫ്ലുവൻസ്ഡ് ദ ഡിഫറെന്റ് സ്പിയേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ്. നവോത്ഥാനം വിവിധ മേഖലകളെ സ്വാധീനിച്ചെന്ന് പറഞ്ഞിരുന്നു. ഇനി ആ മേഖലകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് റെനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, നവോത്ഥാനം സാഹിത്യത്തിൽ. പെട്രാർക്ക് വാസ് ദി വൺ ഓഫ് ദി എമിനന്റ് റൈറ്റേഴ്സ് ഓഫ് ദി റെനൈസൻസ് പീരീഡ്. നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. നമ്മൾ പറഞ്ഞായിരുന്നു നവോത്ഥാനം സാഹിത്യത്തെ സ്വാധീനിച്ചിരുന്നു, ശാസ്ത്രത്തെ സ്വാധീനിച്ചിരുന്നു, കലയെ സ്വാധീനിച്ചിരുന്നു. അപ്പം സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു ആര്? പെട്രാർക്ക്. ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് റെനൈസൻസ്. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നു. അപ്പം ഫാദേഴ്സ് ഓഫ് റെനൈസൻസ്, നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരെയാണ്? പെട്രാർക്കിനെയാണ്. ദ മാഗ്നം ഒപ്പോസ് ഓഫ് ദി പെട്രാർക്ക് ഈസ് സീക്രട്ടം. അപ്പം പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. നമുക്കൊന്നും കൂടെ നോക്കാം. പെട്രാർക്ക് വാസ് ദി വൺ ഓഫ് ദ എമിനന്റ് റൈറ്റേഴ്സ് ഓഫ് ദി റെനൈസൻസ് പീരീഡ്. നവോത്ഥാന സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക് എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ആസ് ഫാദേഴ്സ് ഓഫ് റെനൈസൻസ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് നവോത്ഥാനത്തിന്റെ പിതാവെന്നായിരുന്നു. ദ മാഗ്നം ഒപ്പോസ് ഓഫ് ദി പെട്രാർക്ക് ഈസ് സീക്രട്ടം. അപ്പം പെട്രാർക്കിന്റെ കൃതിയായിരുന്നു സീക്രട്ടം. ഇത്രയും കാര്യങ്ങളാണ് പെട്രാർക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബാക്കി സാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളും പരിചയപ്പെടാം. അപ്പം നമ്മൾ ഇതിനെ രണ്ട് പട്ടികയാക്കുകയാണ്. ഒന്നാമത്തേതിൽ റൈറ്റേഴ്സും രണ്ടാമത്തേതിൽ വർക്ക്സും. ഇപ്പം ഒന്നാമത്തേതിൽ ആദ്യത്തെ പേരാണ് പെട്രാർക്ക്. അദ്ദേഹം രചിച്ച പുസ്തകം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വർക്ക്സ് ആണ് എന്ത്? സീക്രട്ടം. രണ്ടാമത്തത് ഡാന്റെയാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്ത്? ഡിവൈൻ കോമഡി. മൂന്നാമത്തത് ബൊക്കാച്ചിയോ ആണ്. ബൊക്കാച്ചിയോയുടെ പുസ്തകമാണ് എന്ത്? ദ കാമറൂൺ. നാലാമത്തത് സെർവന്റീസ് ആണ്. സെർവന്റീസിന്റെ ഡോൺ കിക്സോട്ട. അഞ്ചാമത്തത് ഇറാസ്മസ് ആണ്, ഇൻബ്രേസ് ഓഫ് ഹോളി. ഇത്രയും ആളുകളാണ് നവോത്ഥാന കാലത്ത് സാഹിത്യത്തെ സ്വാധീനിച്ചവർ. ഒന്നും കൂടെ നമുക്ക് നോക്കാം. പെട്രാർക്കിന്റെ സീക്രട്ടം, ദാന്റെയുടെ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയുടെ ദി കാമറൂൺ, സെർവാന്തസിന്റെ ഡോൺ കിക്സോട്ട, ഇറാസ്മസിന്റെ ഇൻബ്രേസ് ഓഫ് ഹോളി. ഇനി രണ്ടാമത്തെ നമ്മളുടെ പോയിന്റ് ആണ് എന്ത്? റെനൈസൻസ് ഇൻ ആർട്ട്, നവോത്ഥാനം കലയിൽ. ദ റെനൈസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊണൗൺസ്ഡ് ഇൻ ദി പെയിന്റിംഗ്. നവോത്ഥാന കാലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം ചിത്രകലയായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിന്റർ ഓഫ് ദി പീരീഡ്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ശ്രദ്ധേയനായ ചിത്രകാരൻ. അപ്പൊ കലയെന്ന് പറഞ്ഞാൽ പെയിന്റിങ്സിൽ എക്കാലവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചിത്രകാരനാണ് ആരെന്ന് പറയുന്നത്? ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ദ മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആസ് ഹിസ് ഫേമസ് പെയിന്റിംഗ്. അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മൊണാലിസ, അവസാനത്തെ അത്താഴം എന്നിവ. എക്സലൻസ് ഈസ് ഇൻ ആർട്ട് വാസ് നോട്ട് ലിമിറ്റഡ് ടു പെയിന്റിംഗ്. ചിത്രകല മാത്രമല്ല, മറ്റു കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി. ഇൻ കോഴ്സ് ഓഫ് ടൈം sublime works were created in the field of architecture, sculpture and the music. അപ്പം പെയിന്റിങ്സിൽ മാത്രമല്ല, വാസ്തുവിദ്യ, ശില്പവിദ്യ, സംഗീതം മുതലായ മേഖലകളിലും നവോത്ഥാനം സ്വാധീനിച്ചു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാസ്തുവിദ്യയുടെയും ശില്പവിദ്യയുടെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളെയും നമുക്ക് ചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്താം. ഇപ്പൊ നമ്മള് നവോത്ഥാനം
ഇൻ ലിറ്ററേച്ചറിനകത്ത് ഒരു പട്ടികയായിട്ട് പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു പട്ടികയായിട്ട് പഠിക്കാം. ആരെയൊക്കെ? വാസ്തുവിദ്യ, ശില്പവിദ്യ എന്നീ മേഖലകളിൽ നവോത്ഥാനം വരുത്തിയ കലാകാരന്മാരെ. അപ്പം ഒന്നാമത്തെ പട്ടികയാണ്. പട്ടികയുടെ ഫസ്റ്റ് ടൈറ്റിൽ ആർട്ടിസ്റ്റ്, രണ്ടാമത്തെ ടൈറ്റിൽ വർക്ക്സ്, മൂന്നാമത്തേത് ഫീൽഡ്, കലാകാരന്മാർ, സൃഷ്ടികൾ, മേഖല. ഒന്നാമത്തത് ലോറൻസോ ഗിബർട്ടി. ആർട്ടിസ്റ്റിന്റെ പേരാണ് ലോറൻസോ ഗിബർട്ടി. രണ്ടാമത്തെ കോളം അദ്ദേഹത്തിന്റെ വർക്ക്സ് ആണ്. ദി ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. എന്താണ്? ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ. മൂന്നാമത് സ്പെയർ, മേഖല. അദ്ദേഹം പെയിന്റിംഗ് ആണ്, അദ്ദേഹം ആർക്കിടെക്ചർ ആണ്. ഇപ്പൊ ലോറൻസോ ഗിബർട്ടി, ദി ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റ് ആർക്കിടെക്ചർ. രണ്ടാമത് ലിയനാർഡോ ഡാവിഞ്ചി, മോണാലിസ ലാസ്റ്റ് സപ്പർ, പെയിന്റിങ്. ഇപ്പൊ ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തിന്റെ വർക്ക്സ് മോണാലിസ, ലാസ്റ്റ് സപ്പർ അന്ത്യത്താഴം, സ്പിയർ മേഖല എന്ന് പറഞ്ഞ പെയിന്റിങ്സ് ആണ്. മൂന്നാമത്തെ കലാകാരൻ മൈക്കൽ ആഞ്ചലോ, അദ്ദേഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ചിത്രം പെയിന്റിങ്സ് ആണ്. മൂന്നാമത്തത് ഇപ്പൊ മൈക്കൽ ആഞ്ചലോ പറഞ്ഞ നാലാമത്തത് റാഫേൽ, ദി സ്കൂൾ ഓഫ് ഏതൻസ്, പെയിന്റിംഗ്. അഞ്ചാമത്തത് ഡോണ്ടല്ലോ ഗട്ട മെലേറ്റ, സ്കൾപ്ചർ. ശില്പം. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് റെനൈസൻസ് ഇൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ പോയിന്റ് ആയ റെനൈസൻസ് ഇൻ സയൻസ്, നവോത്ഥാനം ശാസ്ത്രത്തിൽ. നമുക്കെല്ലാവർക്കും അറിയാം, സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം. ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നുണ്ടെന്നും നമ്മൾ മുൻ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. But formerly it was believed that Earth was the center of universe. In this Renaissance period, this belief was proven false. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് propounded the theory of solar system and announced that the earth revolves around the sun. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. Later, Galileo Galilei invented the telescope and using this scientifically proved that the theory put forward by Copernicus was true. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഗലീലിയോ ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. It became easier to propagate the Renaissance idea was widely among the masses with the invention of printing press by Gutenberg. ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതായത് ആർട്സിന്റെ കാര്യം പറഞ്ഞു, ലിറ്ററേച്ചറിന്റെ കാര്യം പറഞ്ഞു, ഇനി സയൻസിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തും പേടിക്കാനൊന്നുമില്ല. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് നമുക്കറിയാം. ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും സൂര്യനെ വലം വെക്കുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് ഒരാശയം ഉണ്ടായിരുന്നു, ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന്. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിച്ചത് കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് ഭൂമിയുടെ കേന്ദ്രമെന്ന് വാദിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് വാദിക്കുകയും ചെയ്തു. അദ്ദേഹം വാദിച്ച ഈ തിയറിക്ക് ഗലീലിയോ എന്ന
ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും ഈ ശാസ്ത്രജ്ഞനാണ് ഇത് ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തത്. പിന്നീട് ശാസ്ത്രത്തെ സഹായിച്ച മറ്റൊരു ചരിത്രകാരനായിരുന്നു ഗുട്ടൻബെർഗ്. അദ്ദേഹം അച്ചടി വിദ്യ കണ്ടുപിടിച്ചതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ഇത് ശാസ്ത്രരംഗത്ത് നവോത്ഥാനത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റെനൈസൻസ് ഇൻ ലിറ്ററേച്ചർ എന്ന ഭാഗത്ത് ഉൾപ്പെടുന്നത്. ഇനി നമ്മളുടെ മെയിൻ കൺസെപ്റ്റിലെ 4ാമത്തെ പോയിന്റിലോട്ട് പോവുകയാണ്. ദ റിഫർമേഷൻ. എന്താണ്? മതനവീകരണം. ദ റെനൈസൻസ് ആർ സേ ഇൻ ദ റിലീജിയസ് സ്പിയർ ആൾസോ. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. ദ റെഫർമെന്റ് അണ്ടർവെന്റ് ബൈ ദി യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദി 16th century is known as the Reformation. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെട്ടു. മാർട്ടിൻ ലൂതർ ലെഡ് ദിസ് മൂവ്മെന്റ് വിച്ച് ബിഗാൻ ഇൻ ജർമ്മനി. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നവോത്ഥാനം പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയെന്ന്. നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ മതപരമായ രംഗത്തും മാറ്റങ്ങൾ വരുത്തി. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഗ്രീക്കും ലാറ്റിൻ ഭാഷകളിലായിരുന്നു കൂടുതലും ഇവര് കൃതികളൊക്കെ രചിച്ചിരുന്നത്. അത് ഈ സഭയെ, ക്രിസ്ത്യാനി സഭയെ, അതായത് അന്ന് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് സഭയായിരുന്നു. സഭയെ പേടിച്ചുകൊണ്ടാണ്. എന്നാൽ നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. ആദ്യമായിട്ട് 16ാം നൂറ്റാണ്ടിൽ ആൾക്കാർ എന്തോ ചെയ്ത് ഈ സഭയ്ക്കെതിരെ, ക്രിസ്ത്യാനി സഭയ്ക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ജർമ്മനിയിൽ ഉണ്ടായ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ, അതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. ഇനി നമ്മളുടെ മെയിൻ കൺസെപ്റ്റിലെ 5ാമത്തെ പോയിന്റാണ് ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ്. സമുദ്ര മാർഗങ്ങൾ തേടി. വി ഹാവ് സീൻ ദി തുർക്കീസ് ആഡ് കോൺഗേഡ് കോൺസ്റ്റന്റോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റന്റോപ്പിൾ പിടിച്ചത് നാം മനസ്സിലാക്കിയതാണല്ലോ. നമ്മൾ പറഞ്ഞായിരുന്നു 1453 1453 കിഴക്കൻ റോമ, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റലായ കോൺസ്റ്റന്റോപ്പിൾ ആര് പിടിച്ചെടുത്തു? തുർക്കികൾ പിടിച്ചെടുക്കുകയും ആ കോൺസ്റ്റന്റോപ്പിൾ അതായത് ആ റോമൻ എംപയർ കൊളാപ്സ്, തകർന്നു വീഴുകയും ചെയ്ത് നമ്മൾ പഠിച്ചു. ദിസ് ഡിസ്മാൻഡിൽഡ് ദി ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഇതേ തുടർന്ന് ഏഷ്യ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ഞാൻ ആ പോയിന്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കരവാണിജ്യമായിരുന്നു ഈ കോൺസ്റ്റന്റോപ്പിൾ ആണ് ഉണ്ടായിരുന്നതെന്ന്. ഇറ്റ് നെസസിറ്റഡ് ദ യൂറോപ്യൻ ട്രേഡ് ഇസ് ഡിസ്കവർഡ് എ ന്യൂ സീ റൂട്ട്സ് ഇൻ ഏഷ്യ. അപ്പം ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധരാക്കി. നമ്മളുടെ ഏലക്കായും മറ്റുമൊക്കെ യൂറോപ്യന്മാർക്ക് അവരുടെ മാർക്കറ്റ് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഈ ഒരു സാധനം എന്തോ ഇത് കിട്ടാതെ വന്നു, എന്തോ അടച്ചപ്പോഴത്തേക്ക്, കോൺസ്റ്റന്റോപ്പിൾ അടച്ചപ്പോഴത്തേക്ക് യൂറോപ്യന്മാരെ നോക്കിയിരിക്കോ? ഇല്ല, അവര് പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. നിങ്ങൾ കരയെ അടച്ചോളല്ലോ, എന്നാൽ കടല് കിടക്കുമല്ലേ. അപ്പം അവര് അങ്ങനെ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ചു. ദ ഇൻവെൻഷൻ ഓഫ് ദി കോമ്പസ് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ അൺകൗണ്ട് റൂട്ട്സ്, ഓഷൻസ് ആൻഡ് കോണ്ടിനെന്റ്. വടക്ക് നോക്കി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാരമാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിക്കുകയും അത് വെച്ച് ദിശ മനസ്സിലാക്കി അവരെന്തോ ചെയ്ത് ആദ്യമായിട്ട് സമുദ്രയാത്രകൾക്ക് തുടക്കം കുറിച്ചു. അത് പോർച്ചുഗീസാണ് തുടക്കം കുറിക്കുന്നത്. പോർച്ചുഗലില് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാടില്ലേ പോർച്ചുഗല്, അവിടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സമുദ്രയാത്രയ്ക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, വരുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നൈസായിട്ട് അങ്ങ് നിർത്തുകയാണ്. ദെൻ മെയിൻ കൺസെപ്റ്റിലെ ചാപ്റ്റർ തീരാൻ പോകുന്നതുമായിട്ടുള്ള ലാസ്റ്റ് കുറച്ച് പോയിന്റ് ആണ് ഏത്, മെയിൻ കൺസെപ്റ്റിലെ 6ാമത്തെ പോയിന്റ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായിക വിപ്ലവം. നവോത്ഥാനത്തിന്റെ മറ്റൊരു ഫലമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നത്. ദ റെനൈസൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് എ ന്യൂ മെഷീൻസ് വിച്ച് ബ്രോട്ട് അബൌട്ട് ഇമ്മൻസ് ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതിന് കാരണമായി. യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു.
Consequently, production increased while the cost of production decreased. Such changes in the field of production unshared in the Industrial Revolution. It began in England and revolutionary production and trade. ഇത് ഉൽപാദനം പാതി മടങ്ങ് 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ഇടയാക്കി. ഇത്തരത്തിൽ ഉൽപാദനങ്ങളുടേതായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ നവോത്ഥാനത്തിന് നമ്മൾ പറഞ്ഞു അച്ചടി യന്ത്രം കണ്ടുപിടിച്ചെന്ന്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. പിന്നീട് അഡ്വഞ്ചർ നടത്താൻ വേണ്ടി അവര് കോമ്പസ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ വ്യവസായികം നമ്മളുടെ ഇൻഡസ്ട്രിയിലും അവര് കണ്ടുപിടിച്ചതാണ് മെഷീൻസ്. ഈ മെഷീൻസ് വന്നതോടുകൂടി കൂടുതലും അവർക്ക് എന്തോ പറ്റി, കൂടുതൽ അതായത് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതും ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി. അതും നവോത്ഥാനത്തെ സ്വാധീനിച്ച ഒരു പ്രധാന കാര്യമാണ്. ഇനി ഇൻവെൻഷൻ ഡ്യൂറിങ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പം വ്യവസായിക വിപ്ലവത്തിലും വ്യവസായ വിപ്ലവത്തിൽ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. ആ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 പട്ടികയായിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് ഇൻവെൻഷൻ ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങൾ. രണ്ടാമത്തെ നമ്മളുടെ പോയിന്റ് ആണ് സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാർ. ഒന്നാമത്തെ ഫ്ലൈയിങ് ഷട്ടിൽ. ഇപ്പം ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഗേയ് ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത്. രണ്ടാമത്തത് സ്പിന്നിങ് ജെന്നി, അത് കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. മൂന്നാമത്തത് സ്റ്റീം എൻജിൻ, ആവിയന്ത്രം, ജെയിംസ് വാട്ട് ആണ്. നാലാമത്തത് ലോക്കോമോട്ടീവ്, അത് ജോർജ് സ്റ്റീവൻസ് ആണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം വീണ്ടും അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.